മാർക്കറ്റ് ബെയറിഷ് ആവുമ്പോൾ, ബെയറിഷ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് അടപടലും താഴത്തേക്ക് പോകുമ്പോൾ ഏതൊക്കെ ട്രേഡ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോകുമ്പോൾ ഓൾറെഡി എല്ലായിടത്തും ഭയങ്കര പാനിക്കാണ്, ബ്ലഡ് ബാത്താണ്, പോർട്ട്ഫോളിയോക്ക് റെഡിലാണ്, എല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു സമയമാണ് മാർക്കറ്റ് താഴെ പോകുക എന്നുള്ളതാണ്. പക്ഷേ നല്ല ട്രേഡേഴ്സ് എന്ത് ചെയ്യും? മാർക്കറ്റ് താഴെ പോകുമ്പോഴും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡ്, മാർക്കറ്റ് ഒരു ബെയറിഷ്നെസ് ഉള്ളപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻട്രാഡേയിലാണെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം ഡെറിവേറ്റീവ് മാർക്കറ്റിൽ, ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യാം, ETF ഫണ്ടുകൾ ലൈക്ക് നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ് പോലെയുള്ള ETF ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ബെയറിഷ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ്. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഷോർട്ട് സെല്ലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും വളരെ വലിയ ഡൗട്ടുള്ളൊരു ടോപ്പിക്കാണ്, എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാഡേ ഷോർട്ട് സെല്ലിംഗ് മെത്തേഡാണ്. ഇൻട്രാഡേ ഇക്വിറ്റി ഷോർട്ട് സെല്ലിങ്ങിൽ വിജയ സാധ്യത വളരെ കൂടുതലാണ് എന്നല്ല, നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ്, അതായത് പെട്ടെന്ന് ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് ഷോർട്ട് സെല്ലിങ്ങിൽ പെട്ടെന്ന് ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യത കൂടുന്നത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് ഇൻട്രാഡേയിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് അത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ അറിയാം. അതുപോലെ തന്നെ ഇൻട്രാഡേ ഇക്വിറ്റിയിൽ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്ത് അത് ബൈ ബാക്ക് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതാണ് ഷോർട്ട് സെല്ലിംഗ്. അതായത് സെൽ ഫസ്റ്റ് ബൈ ലേറ്റർ. ഫസ്റ്റ് സെല്ല് ചെയ്യുന്നു, അതിനുശേഷം അത് ബൈ ബാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കമൻറ്റിൽ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ലൊരു ഡൗട്ടായിരുന്നു. ഇത് ബൈ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റോക്ക് എന്ത് ചെയ്യും? ഓക്കെ, അതായത് എല്ലാവർക്കും ബിഗിനേഴ്സിന് വരുന്നൊരു ഡൗട്ടാണ്, ഇത് ബൈ ബാക്ക് ചെയ്തില്ലേ, ഇനി നമ്മൾ ഇത് എന്താ ചെയ്യണ്ടേ? പക്ഷേ ഇൻട്രാഡേ ഇക്വിറ്റി ഷോർട്ട് സെല്ലിങ്ങിൽ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്ത് അത് ബൈ ബാക്ക് ചെയ്താൽ ആ ട്രേഡ് അവിടെ തീർന്നു. ഇനി ആ ട്രേഡിന് ഒരു ഫോളോ അപ്പും ഇല്ല. ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് നമ്മൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രേഡ് അവിടെ തീരുന്നത് പോലെ തന്നെ ഇൻട്രാഡേ ഷോർട്ട് സെല്ലിങ്ങിൽ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്ത് അത് തിരിച്ച് ബൈ ബാക്ക് ചെയ്തെങ്കിൽ ആ ട്രേഡ് അവിടെ തീർന്നു. ഞാനിവിടെ ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഡെലിവറി ഓർഡറിൽ, ഇൻട്രാഡേയിലല്ല ഡെലിവറി ഓർഡറിൽ സെല്ല് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിജക്റ്റഡ് എന്നായിരിക്കും കാണിക്കുന്നത്. ഒരിക്കലും ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ ഡെലിവറി ഓർഡറിൽ സാധിക്കില്ല, ഇൻട്രാഡേ ഓർഡറിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ ഇൻട്രാഡേയിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് നമ്മൾ ഇന്ന് സെല്ല് ചെയ്തിട്ടു, നാളെ മറ്റന്നാളൊക്കെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അന്ന് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രാഡേ തന്നെയാണ്, അതായത് അന്ന് തന്നെ ആ ട്രേഡ് തീരും എന്നുള്ളതാണ് ഇൻട്രാഡേ ഷോർട്ട് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ ഇൻട്രാഡേ ബൈ ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നാളത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ന് നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് മുകളിൽ പോയില്ല, എന്നാൽ ഞാനിത് ഇറങ്ങുന്നില്ല, ഇതെന്തായാലും മുകളിൽ 3-4 ദിവസത്തിനുള്ളിൽ പോവും, അപ്പം നമുക്കിത് ഹോൾഡ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാം. പക്ഷെ അവിടെ എന്താണ്, അവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വാങ്ങാനുള്ള മുഴുവൻ പൈസയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ലിവറേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആ ഒരു ഓവർനൈറ്റിലേക്ക് ആ പൊസിഷൻ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത. പക്ഷേ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് എന്നുള്ളൊരു പരിപാടിയേ ഇല്ല, അന്ന് തന്നെ ആ ഒരു ട്രേഡ് തീരും. അതാണ് ഇൻട്രാഡേ ഷോർട്ട് സെല്ലിംഗ്. പിന്നെ ഇത് എപ്പോഴും വർക്കാവുന്ന എങ്ങനെയാണ്? അതായത് 500 രൂപയുടെ ഒരു സ്റ്റോക്ക് നമുക്കൊരു വ്യൂ ഉണ്ട്, ഇന്ന് ഈ സ്റ്റോക്ക് 480 രൂപ വരെ പോകാനുള്ള ചാൻസ് ഹൈ ആണ്, അതായത് ഇത് ബെയറിഷ് മാർക്കറ്റ് ആണ്, ഈ സ്റ്റോക്ക് താഴെ പോവും എന്നുള്ളൊരു ടെക്നിക്കൽ അനാലിസിസ് വഴി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാം? ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ചെയ്യാം. അതായത് 500 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തിടാം, ഡയറക്റ്റ്ലി സെല്ല് ചെയ്തിടാം, എന്നിട്ട് 450 രൂപയ്ക്ക് ബൈ ബാക്ക് ചെയ്യാം. അപ്പം 20 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഒരു സ്റ്റോക്കിൽ 20 രൂപ പ്രോഫിറ്റ് കിട്ടും. നിങ്ങളുടെ കയ്യിൽ 100 സ്റ്റോക്ക് നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2000 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇൻട്രാഡേ ഇക്വിറ്റി ഷോർട്ട് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ബെയറിഷ് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ട്രേഡിംഗ് മെത്തേഡാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നോക്കിയാലോ. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മേജർ കാര്യമുണ്ട്.
ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാസീവ് ട്രേഡിംഗ് മെത്തേഡ് അല്ല. അതായത് നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമോ എന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു ലാഘവത്തോടു കൂടി നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിനെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ എപ്പോഴും ആക്റ്റീവ് ട്രേഡേഴ്സ് ആയിരിക്കണം. അതായത് നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് മാനേജർ നമ്മൾ സ്കോൾഡ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വർക്ക് വളരെ പക്കയായിട്ട് നീറ്റായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല, അവരത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ നന്നായിട്ട് ചെയ്ത് അത് ഓക്കെ ആവുന്നത് പോലെ തന്നെയാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ്. നിങ്ങൾക്ക് തോന്നൽ ട്രേഡ്, ഞാൻ ട്രേഡ് എടുത്തു എനിക്കിത് പ്രോഫിറ്റിൽ ഇറങ്ങണം എന്നുള്ളൊരു റിവെഞ്ച് കൊണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രേഡിംഗ് മെത്തേഡാണ്. മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു അവലോകനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് സെല്ലിങ്ങിൽ വിജയിക്കുക. അതായത് ഷോർട്ട് സെല്ലിംഗ് ഞാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു ട്രേഡിംഗ് മെത്തേഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിങ്ങിൽ പെട്ടെന്ന് നമുക്ക് ടാർജറ്റ് അടിക്കും. കാരണം എന്താണ്, മാർക്കറ്റിന് താഴേക്ക് വരാനായിട്ട് ഒരു മടിയില്ല. ജസ്റ്റ് ഒന്ന് തോണ്ടിക്കഴിഞ്ഞ് താഴെ വരുമെന്ന് ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞാണ്. താഴെ വരാനുള്ള ചാൻസ് ഹൈ ആണ്. പക്ഷെ മുകളിലോട്ട് പോകാനാണ് ഇതിന് വളരെ പ്രയാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായൊരു വ്യൂ ഉണ്ടെങ്കിൽ ഷോർട്ട് സെല്ലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടാർജറ്റ് അടിക്കാനുള്ള ചാൻസ് വെരി ഹൈ ആണ് എന്നുള്ളതാണ് ഷോർട്ട് സെല്ലിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ട് ഷോർട്ട് സെല്ലിംഗ് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു ട്രേഡിംഗ് മെത്തേഡ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളെല്ലാവരും അറിയേണ്ട ഒന്നാണ് നിഫ്റ്റിയുടെ ട്രെൻഡ്. നിഫ്റ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നിഫ്റ്റി 50 എന്താണ്, NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മേജർ 50 കമ്പനികളുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി 50 ഒരു മേജർ ട്രെൻഡ് ഉണ്ടാവും. ഓക്കെ, മേ ബി നിഫ്റ്റി 50 ബുള്ളിഷ് ആവാം, ചിലപ്പോൾ നിഫ്റ്റി 50 ബെയറിഷ് ആവാം. അപ്പം നിഫ്റ്റി 50 ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ബെയറിഷാണ് നിഫ്റ്റി 50. അപ്പം അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50 ബെയറിഷ് ആവുന്നത് എപ്പോഴാണ്, നിഫ്റ്റി 50യിലുള്ള മേജർ സ്റ്റോക്കുകൾ ബെയറിഷ് ആവുമ്പോഴാണ് ഓവറോൾ ഇൻഡെക്സ് ബെയറിഷ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബെയറിഷ് ട്രെൻഡിൽ നമുക്ക് ഇൻട്രാഡേ ഷോർട്ട് സെല്ലിംഗ് മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻട്രാഡേ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റി 50 ഓവറോൾ ബെയറിഷ് ആണെങ്കിലും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ചെറിയൊരു റിക്കവറി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നിഫ്റ്റി 50 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗും? വളരെ സിമ്പിളാണ്. അതായത് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത, ഇന്നലത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഇവിടെയാണ്, ഇതിൻ്റെ മുകളിലാണ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു സ്മോൾ ഗ്യാപ്പില്ല. അതായത് ഇതിൻ്റെ തൊട്ടടുത്തല്ല ഓപ്പൺ ചെയ്തത്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്തായിരിക്കും? അതായത് ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാളും താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 9:15 നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇനി ഷോർട്ട് സെല്ലിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തറിയണം, നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് നിഫ്റ്റി 50 തലേ ദിവസത്തേക്കാളും മുകളിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നതെങ്കിൽ അവിടെ ഈ ഒരു ഇന്നലെ ക്ലോസ് ചെയ്ത് ഇന്ന് ഓപ്പൺ ആയി, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. അതായത് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. നിങ്ങൾ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉള്ള ഡേയ്സ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾമോസ്റ്റ് വളരെ റെയർ ആയിട്ടൊക്കെയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ മാർക്കറ്റ് ഫർദർ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉള്ളൂ. അതർവൈസ് നിഫ്റ്റി 50 ഫില്ല് ചെയ്യാനുള്ള ചാൻസ്, അതായത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതായത് നിഫ്റ്റി 50 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിഫ്റ്റി ബീസിലൊക്കെയാണ് സെല്ല്, അത് വളരെ വലിയ പോയിന്റ്സ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്സിൽ നമുക്ക് ചെയ്യാം. ഇതിൽ ഇങ്ങനെ നിഫ്റ്റി 50 ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് ചില സ്റ്റോക്കുകളിൽ ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം. ആ സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ NSE ഇന്ത്യയുടെ സൈറ്റിൽ പോവുക, മാർക്കറ്റ് ഡാറ്റയിൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക. ഈ ടേബിളിൽ പെർസെൻറ്റേജ് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ലൂസേഴ്സിന് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. ആ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. അതിലാണ് നിങ്ങൾ ഷോർട്ട് സെല്ലിംഗ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ നോക്കുക. ഷോർട്ട് സെല്ലിംഗ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം പക്കയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം, അല്ലെങ്കിൽ ഷോർട്ട് സെല്ലിങ്ങിൽ നമുക്ക്
വലിയ നഷ്ടം വരും. അതായത് ഇവൻറ്റുകൾ അതുപോലെ തന്നെ ന്യൂസസ് ഒക്കെ വലിയ മൂവ്മെൻറ്റ്സ് നിഫ്റ്റി 50-ൽ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഇത് ഫില്ല് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർബന്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതായത് ദിവസത്തെ മണി കൺട്രോൾ അങ്ങനെ ഒരുപാട് ഡാറ്റ നൽകുന്ന പല ചാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കൊരു എൻറ്റയർ ഐഡിയയോട് കൂടി വേണം നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ. അപ്പോൾ ഷോർട്സിൽ കുറച്ചുകൂടി വിന്നിങ് ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവൻറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറന്ന് അങ്ങോട്ട് പോകും, ഈ ഫില്ല് ചെയ്യാനൊന്നും വരത്തില്ല. അപ്പോൾ NSEയുടെ സൈറ്റിൽ നിന്ന് ടോപ്പ് ലൂസേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ടോപ്പ് ലൂസേഴ്സിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ പോയി ഡിമാറ്റ് അക്കൗണ്ടിൽ പോയി റിലയൻസ് ഷോർട്സിൽ ഇത് ഇടല്ല ചെയ്യേണ്ടത്. റിലയൻസിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ക്യാൻഡിൽ, അതായത് എപ്പോഴും ഞാൻ പറഞ്ഞു ഇൻട്രാഡേക്കുള്ള ക്യാൻഡിൽ നോക്കേണ്ടത് 3 മിനിറ്റ് ആണ്. ഫസ്റ്റ് 3 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്തിടുക. ഓക്കെ, ഫസ്റ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ ഹൈയും ലോയും മാർക്ക് ചെയ്തിടുക. അതിനുശേഷം ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രം ഇതിൽ സെല്ല് എടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കണ്ടീഷൻ നോക്കുക. ടോപ്പ് ലൂസേഴ്സിനെ കണ്ടുപിടിച്ച് ഓടിപ്പോയി സെല്ല് ചെയ്യുകയല്ല, ആ ക്യാൻഡിൽ അതായത് ആ സ്റ്റോക്ക് എടുത്തു, ഫസ്റ്റ് ക്യാൻഡിൽ നോക്കി അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൊരു ഷോർട്ട്സിൽ പോവാം. അത്യാവശ്യം ഒരു 1% ഒക്കെ നിങ്ങൾക്ക് വെക്കാം. പിന്നെ ഇനീഷ്യലി ഞാൻ 20 ട്രേഡ് ചലഞ്ച് പറഞ്ഞ പോലെ 10 പോയിന്റ് വെക്കും. അതായത് ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് 10 പോയിന്റ് വെക്കുക അല്ലെങ്കിൽ 1% വെക്കുകയോ ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൻ്റെ ഹൈ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും വെക്കാം. ഇതാണ് ഷോർട്ട് സെല്ലിംഗ് ചെയ്ത് പഠിക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ 20 ട്രേഡ് ചെയ്ത് നോക്കുക. കൂടുതൽ പ്രോഫിറ്റ് ടാർജറ്റ് ആണോ അടിച്ചിരിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് ആണോ അടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ച്. ഷോർട്ട് സെല്ലിങ്ങിൽ കൂടുതൽ പ്രോഫിറ്റാണ് ടാർജറ്റാണ് അടിക്കേണ്ടത്. നിങ്ങൾ ചെയ്ത് നോക്കൂ. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. കാരണം നിങ്ങൾ പക്കയായിട്ട് റൂൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയാണ്, ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുക, 1% ടാർജറ്റ് വെക്കുക, ഈ ക്യാൻഡിൽ ഹൈ സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ ഇടയ്ക്ക് വലിയ ക്യാൻഡിൽസ് ഒക്കെ ഫസ്റ്റ് ക്യാൻഡിൽ 3 മിനിറ്റ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വലിയ ക്യാൻഡിൽ ഹൈ കൊണ്ടുപോയി SL വെക്കരുത്. അപ്പോൾ 1% തന്നെ SL വെക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്. അപ്പോൾ ഈ 20 ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ 1 ക്വാണ്ടിറ്റി ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ക്വാണ്ടിറ്റിയിൽ ചെയ്ത് പഠിക്കുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, വലിയ SL കയറ്റി വെക്കരുത്. എപ്പോഴും ഈ ക്യാൻഡിൽ ഹൈ എന്ന് പറയുമ്പോൾ 1% ലെസ് ആവാനാണ് മിക്ക കേസുകളും ചാൻസ്. പക്ഷെ അങ്ങനെയല്ല, വലിയ ക്യാൻഡിൽസ് ആണെങ്കിൽ 1% തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോൾ ഷോർട്ട് സെല്ലിംഗ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.